എന്നെ കൊണ്ട് വയ്യ. ഇതേത് ഫയല്? ഇത് ഹെഡ് ഓഫീസിൽ കഴിക്കേണ്ട ഫയലാണ്. അകത്ത് കൊണ്ടുപോയി വെക്കത്. അപ്പൊ ഇതൊക്കെ നോക്കാണ്ട് എടുത്തോണ്ടിട്ട്. അതെ, ആ ചായപ്പൊടി മഞ്ചാരി എടുത്തിട്ട് വാ. അല്ല സാറേ, ഇതിപ്പോ നമ്മുടെ എവിടെയായിരുന്നു ഇത്ര നേരം? അതെ, വെള്ളം തിളച്ചു, വേഗം കൊണ്ടാ. ഇപ്പൊ ചായ പരിപാടിയൊക്കെ ആയില്ലേ? പിന്നെ എന്നാ പിന്നെ ചോറും കൂടി വെക്കായിരുന്നു. അതിന് അടുത്ത പ്രാവശ്യമാവാ. പേപ്പർ കുറെ ഉണ്ടല്ലോ. ഉണ്ട്. ഇനി ഇതൊക്കെ ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കാതെ നടക്കും. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, ഞാനേ ഒരു സ്റ്റാമ്പ് മേടിച്ചിട്ട് വരാം. ചായ ഒക്കെ കുടിച്ചിട്ട് വേണ്ടേ? പോരാം, സ്റ്റാമ്പ് മേടിക്കാനാ. ഇതാ ഇവിടുന്ന് പോരും. ഇയാളുടെ ഒരു കാര്യം വേണ്ട. ഇവിടെ കത്തിച്ചിടാ. ഈ നേരത്തെ ഇങ്ങനെ ഒരു ചായ ഒരു സുഖാണല്ലേ സുഖ സാറേ? കുറച്ചുകൂടി മധുരമാണ്. പിന്നെ കറക്റ്റ് അല്ലേ? നമുക്കിതൊരു പതിവാക്കിയാലോ? തുടങ്ങിയോ? നാട്ടുകാരെ അപേക്ഷ കത്തിച്ച് ചായ കുടിക്കാൻ നല്ല രസല്ലേ? നല്ല രസമുണ്ട്. പക്ഷെ സാറിന് ഇന്ന് ഒപ്പിടാൻ പറ്റുന്ന തോന്നണില്ല. ചെല്ല് ചായ വേണ്ടേ? മോണി സാറേ. സാർ ഒപ്പിടണ്ട. സാറേ, ഞാൻ ഒരു ഒപ്പിടും. നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട. ഞാനിവിടെ ലീവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സാറവിടെ ഇപ്പൊ രാവിലെ ഇപ്പൊ ഓഫീസ് വർക്ക് നടക്കുന്നില്ലായിരുന്നല്ലോ? അവിടെ ഫയലൊക്കെ കൂട്ടി കത്തിക്കലായിരുന്നു. അപ്പോ അതിന് സഹായിച്ച ആളുകൾ ആരും ഓഫീസ് ജീവനക്കാരല്ലേ? നിങ്ങൾ വൈകി വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ന്യായം പറയാൻ നിൽക്കുകയാണോ? ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ കൃത്യസമയത്തോടെ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഫയൽ കൃത്യസമയത്ത് നീക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിങ്ങൾ എന്തിനാ വന്നത്? ഞാൻ ഒപ്പിടാൻ. നിങ്ങളോടല്ല, നമ്മളോടാ സാറേ. ഞാൻ 3 ദിവസമായിട്ട് നിങ്ങൾ തെരഞ്ഞു നടത്തി. നിങ്ങൾ 3 ദിവസവും 30 ദിവസവും നടന്നോ? ഞാൻ പറഞ്ഞോ വേണ്ടാന്ന്? അല്ല, വന്നപ്പോഴൊന്നും നിങ്ങൾ സീറ്റിലുണ്ടായില്ല, അതാണ്. അപ്പൊ എനിക്ക് പോകേണ്ട ട്രെയിനിങ്ങിന് പിന്നെ നിങ്ങൾ പോയിരിക്കോ? ഞാൻ തോന്നുമ്പോ വരെയും തോന്നുമ്പോ പോവുകയും ചെയ്യുന്ന ജീവനക്കാരനല്ല. ഉപ്പും കൂട്ടി തിന്നുന്നവനാണ്, അല്ലാതെ വാങ്ങുന്ന ശമ്പളത്തിന് ജോലി ചെയ്യാത്ത ജീവനക്കാരനല്ല. ശരി, വന്ന കാര്യം പറയും. സാറേ, ഞാൻ 2/6/2014 ഇവിടെ ഗ്യാസ് കണക്ഷന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തിന്. പേര് മൊയ്തു. കയ്യിലിൻ്റെ അരിയത്ത് മൊയ്തു, വയ്യാങ്കര പിയോ. അതിന് അല്ല, അത് എപ്പോൾ കിട്ടും, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. സുഹൃത്തെ, 2010 അപേക്ഷ തന്നിട്ടുള്ള ആളുകൾക്ക് തന്നെ നമുക്ക് സിലിണ്ടർ വിതരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെയാണോ 2014 തന്നിട്ടുള്ള ആളുകൾക്ക്? നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ സീനിയോറിറ്റി ഒക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് ചെയ്യാം കേട്ടോ. സുഗത സാർ. എന്താ സാർ? 2/6/2014 സിലിണ്ടറിന് അപേക്ഷ വന്നിട്ടുള്ള നിങ്ങളുടെ പേരെന്താ? മൊയ്തു. കല്ലിന്റെ അരിയത്ത് മൊയ്തു. വയ്യാങ്കര പിയോ. അയാളുടെ രജിസ്റ്ററും ആപ്ലിക്കേഷൻ ഫോം എടുത്തിട്ട് വരും. 2/6/2014. ഇങ്ങനത്തെ ഒരു ഉളുപ്പില്ലേ മനുഷ്യ? അതവിടെ വെക്കി. അങ്ങനെ കാര്യം നോക്കണോ സാർ? അങ്ങോട്ട് തന്നൊരു ഒപ്പിടണ. ഒപ്പിടണ്ട തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? സാറേ, ഈ 2/6/2014 കല്ലിന്റെ അയത്ത് മൊയ്തു പറഞ്ഞ ഒരാള് അപേക്ഷ കൊടുത്ത് നമ്മൾ ഈ രജിസ്റ്ററിൽ ചേർത്തിട്ടില്ലേ? രജിസ്റ്ററിൽ ചേർത്തത് നോക്കണ്ട, ഇതിൽ ചിലപ്പോ ചേർക്കാൻ വിട്ടുപോയതായിരിക്കും. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ എനിക്ക് തരൂ. അല്ല, ആപ്ലിക്കേഷൻ ഇല്ല. ആപ്ലിക്കേഷൻ ഇല്ലേ? പിന്നെ ആപ്ലിക്കേഷൻ എവിടെ പോയി? അല്ല, ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തോണ്ടാ. നമ്മളിന്നിപ്പോ ഈ പഴയ ഫയലൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് ചായ ഉണ്ടാക്കിയില്ലേ? അതില് പെട്ടുണ്ടാവും. അതിലെങ്ങനെ പെടും? അല്ല, അതില് കത്തിച്ചിട്ടുണ്ടെങ്കിലോ? സാറൊന്നും ഉണ്ടായിരിക്കും. അത് 20 വർഷം മുമ്പുള്ള ഫയലല്ലേ, ഞങ്ങൾ നോക്കിയിട്ടില്ല കത്തിച്ച്. അതില് പെട്ടിട്ടുണ്ട്, സാധനം അതിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഫയൽ നിങ്ങൾ കത്തിച്ചോ? അപ്പോ ശരിക്കും അതെ, അയാളോട് ഞാൻ ഒപ്പിടണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന്റെ ചുരുക്ക് തീർത്ത് പോയതാണ്. അതൊന്നല്ല സംഭവം, അതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. അല്ലേ ഇക്ക, നിങ്ങൾ ഈ 2/6/2014 തന്നെയാണോ ഈ അപേക്ഷ? ആണല്ലോ. അന്ന് ഞാൻ ഇവിടെ അപേക്ഷ അന്ന് പോകുന്ന വഴിക്ക് എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അന്ന്. അപ്പൊ എനിക്ക് ശരിക്കും ആ ദിവസം ഓർമ്മ ഉണ്ട്. അന്ന് രസീത് വേണോന്ന് ഇയാൾ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു.
അല്ല അത് എഴുതാൻ സമയം ഇല്ലാത്തോണ്ട് അതൊന്നും. അയ്യോ, നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സുഗത. സാറേ ഞാനിപ്പോ എന്താ മാണ്ടിയേ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ പോയിക്കോളൂ. നിങ്ങളുടെ അപേക്ഷ ആരും കത്തിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ ഏതെങ്കിലും ഫയലിൽ കാണും. ഞാനതൊന്ന് തിരയട്ടെ. നിങ്ങള് നാളെ ഈ ഓഫീസിലേക്ക് ഒന്ന് വിളിക്കും. അപ്പൊ ഞാൻ സമാധാനം പറയാം കേട്ടോ. ധൈര്യമായിട്ട് പോയിക്കോളൂ. ധൈര്യമായിട്ട് പോയല്ലോ. പോയിക്കോളിക്ക, ഞങ്ങൾ തെരഞ്ഞെടുത്ത് വെക്കാം.